ചില കുട്ടികൾ വളരെ വികൃതികളാണ്. സഹിക്കാൻ വയ്യാന്ന് പലരും പറയും. എങ്ങനെ അതിനെ താങ്ങുക? അത് മുഴുവൻ ഏറ്റവും തെളിഞ്ഞ ബുദ്ധിയായിട്ട് അങ്ങോട്ട് മാറുന്ന നാം കണ്ടിട്ടില്ലേ? ഭയങ്കര വിപ്ലവകാരിയായിരിക്കും. ഒടുവിൽ ഇത് മുഴുവൻ അങ്ങോട്ട് മാറി നേരെ തിരിച്ച് വലിയ വേദാന്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും വലിയ പുളിമാങ്ങ, ആ പുളിമാങ്ങ പുളി സഹിക്കാൻ വയ്യ, അതങ്ങോട്ട് പഴുത്താഴത്ത മധുരം എന്താ പറയുക. എൻ്റെ അനുഭവമുണ്ട്. തൊടിയിലൊരു മാങ്ങ ഉണ്ടായി, അത് വലിയ ഇഷ്ടമായിരുന്നു. പച്ചമാങ്ങ തന്നെ തിന്നാം, വലിയ പുളിയില്ല. പഴുത്തപ്പം എന്താണ്, വലിയ സ്വാദുമില്ല. ഈ പുളിയാണ് മധുരമായിട്ട് മാറുന്നത്. വലിയ തത്വജ്ഞാനികൾ, ചിന്തകന്മാരൊക്കെ എല്ലാ അനുഭവത്തിനെയും അവർ ക്രോഡീകരിക്കും, സകല അനുഭവത്തിനെയും. ഈ ശുദ്ധജലത്തിലെ മീനിന് രുചി കുറവാണ്, അതിനകത്ത് കാര്യമായിട്ട് തീറ്റൊന്നും കിട്ടില്ല. പക്ഷേ സകലതും ഡെഡ് ബോഡി മുതൽക്ക് എല്ലാം കൊത്തി തിന്നുന്ന മീനിനാണ് സ്വാദ് കൂടുക എന്ന് ഭക്ഷണപ്രിയർ പറയാറുണ്ട്. വലിയ തത്വജ്ഞാനത്തിലേക്ക് ചില സമയത്ത് നമ്മുടെ മനസ്സങ്ങോട്ട് നീങ്ങും. തുളസീദാസ രാമായണം എഴുതിയ വ്യക്തി ഈശ്വരതുല്യനല്ലെങ്കിൽ പിന്നെ ആരാ ഈശ്വരതുല്യനായിട്ട് നമ്മൾ പറയുക? ആ തുളസീദാസൻ, ആദ്യത്തെ പേരെന്തോ ആവട്ടെ, സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ ഗൃഹസ്ഥൻ്റെ അതേ സ്വഭാവം. ഭാര്യയോട് അമിതമായ ആസക്തി, എപ്പോഴും ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കണം, അവളോട് സംസാരിക്കണം. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തുളസീദാസൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ തമാശയായിട്ട് പറയാം. അപ്പോൾ മൊബൈലിൽ ഇങ്ങനെ അനങ്ങുമ്പോൾ വിളിയാണല്ലോ. ഒരു ദിവസം എന്തോ കാര്യത്തിന് പുറത്തു പോയി വീട്ടിലെത്താൻ നോക്കുമ്പോൾ പുഴ നിറഞ്ഞൊഴുകാണ്. പുഴയുടെ അക്കരെ കിടക്കണം. ആ സമയത്ത് എന്തോ ഒരു മരത്തടിയെ തോന്നി ഒന്നിൻ്റെ മുകളിൽ കയറി തുഴഞ്ഞിട്ട് അക്കരെ കടന്ന് വീട്ടിലെത്തി. ഒരു ചിലന്ന് മഴുത്ത്. പിന്നെയാണ് അറിയണത് അത് മരക്കഷ്ണമായിരുന്നില്ല, അതൊരു ശവശരീരം ആയിരുന്നു. ഒരു ശവശരീരത്തിൻ്റെ മുകളിൽ ചവിട്ടി കയറിയൊക്കെ കടന്നു വന്ന് ഈ പെരുമഴയത്ത് എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ വളരെ ഭക്തയാണ്, ഭയങ്കര ദൈവവിശ്വാസിയും ഭക്തിയും സദാ രാമനാമം ജപിക്കുന്ന കൂട്ടത്തിലും ആയിരുന്നു. അപ്പം ഭാര്യ ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങോട്ട് വരാൻ കാണിച്ച ഈ ഉത്സാഹവും ഭക്തിയുടെയും ചെറിയൊരു ശതമാനം രാമനാമം ജപിക്കാനും ജീവിതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് അറിയാനും ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ വരി അങ്ങോട്ട് സ്വാധീനിച്ചു. നമ്മൾ പറഞ്ഞ ചില വരികൾ പലരെയും സ്വാധീനിക്കാറുണ്ട്. ഒരു സംവിധായകൻ പറഞ്ഞു 16 സിനിമ എടുത്തു. അപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത്രേ, ഈ 16 ഒരെണ്ണം, ബാക്കി 15 എന്തോ ആവട്ടെ, നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് മോശമായ സിനിമ എടുത്തു. ഒരെണ്ണമോ അതിൽ ഒരു കൊള്ളാവുന്ന പേര് പറയാവുന്ന ഒരു സാധനം, അതിൽ ഒരു സീൻ, നൊബിലിറ്റിയുള്ളൊരു സീനുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്തുമായിരുന്നു എന്ന് ചോദിച്ചത് ഫീൽ ചെയ്തു അത്രേ. അദ്ദേഹം തന്നെ പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു എന്ന്. ചില വരികൾ ചിലരെ സ്വാധീനിക്കും. ആ സംഭവത്തോടു കൂടി തുളസീദാസൻ ആലോചിച്ചു, എന്താണ് ഈ ജന്മത്തിൻ്റെ അർത്ഥം? ഇതുകൊണ്ടാണ് നമുക്ക് വായനാശീലം ഉണ്ടാകണം, പ്രഭാഷണങ്ങൾ കേൾക്കണം. വേറെ പലവരും പറയുമ്പോൾ നിസ്സാരമായിട്ട് ആ വ്യക്തിക്ക് തോന്നിയൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ അകത്ത് ഏതൊക്കെയോ വിത്തുകൾക്ക് മുള പൊട്ടും. നമ്മുടെ ബുദ്ധിക്കകത്ത് ധാരാളം വിത്തുകളുണ്ട്. ഇടിമിന്നലേൽക്കുമ്പോൾ കൂൺ മുള പൊട്ടെന്ന് പറയണ പോലെ, കവിതാത്മകമായിട്ട് പറയുന്ന പോലെ, ഇടിമിന്നലിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ കൂണുണ്ടാവും എന്നാണ് പറയുക. ശരിക്കും കൂണ് അങ്ങനെ അല്ലെങ്കിൽ പോലും
നമ്മുടെ അകത്തുനിന്ന് ഒരു മുളപൊട്ടൽ ഉണ്ടാകും. ചില ചോദ്യങ്ങൾ, ചില അവസരങ്ങളിൽ ആ മുളപൊട്ടൽ സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ പറയുമ്പോഴുണ്ടാവുക. അവരൊരു ചോദ്യം ചോദിക്കും. അതിനുമുമ്പ് നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമില്ലാതെ എല്ലാവരും ചെയ്താറാണ് ഒരു പയ്യനോട്, എന്തിനാണടാ ഈ ജന്മം വേസ്റ്റാക്കിയെന്ന് ചിലപ്പോൾ മന്ത്രം ജപിക്കുന്ന സാത്വിക ഭാവമുള്ളൊരു കാരണവർ ചോദിക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം മാറി, അതങ്ങോട്ട് കൊള്ളും. തുടർന്നുണ്ടായി പുളിമാങ്ങ പഴുത്തു. തുളസീദാസൻ രാമായണം എഴുതിക്കളയെന്ന് വിചാരിക്കണമെങ്കിൽ ഈ ഒരു വരി ഉണ്ടാക്കിയ സ്വാധീനം. എപ്പോഴും ശാപവാക്കുകൾ പറയുന്നവരുടെ ഈ വരിക്കൊന്നും പ്രാധാന്യം ഇല്ല. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സാത്വികയായിരുന്നു, ഈശ്വരവിശ്വാസിയായിരുന്നു, നാമം ജപിക്കുന്ന കൂടുതലായിരുന്നു. ഈശ്വരവിശ്വാസി എന്നുള്ള വാക്ക് തൽക്കാലം പറയാൻ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. പോസിറ്റീവായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. തുളസീദാസൻ എഴുതിയ രാമായണം, അതിൻ്റെ കീർത്തി, ആചന്ദ്രധാര നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം എഴുതാൻ കഴിയാനുള്ള കാരണം ഇതായിരുന്നു. ഒരൊറ്റ വരി. ഈ എനർജി ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ ആലോചിക്കാം. നിങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടി എത്ര കാശ് മുടക്കി? 2 കോടി. എത്ര രാത്രി ഉറക്കൊഴിച്ചു? 2 കോടി മുടക്കി ഇത്രയും ക്ലേശമൊക്കെ നടത്തിയിട്ട് അവസാനം ഇന്ന കാര്യത്തിനാണല്ലോ അത്. ആർക്കാ അതുകൊണ്ടൊരു പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്ന പോലെ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും തുളസീദാസന്മാരുണ്ട്. അവർക്ക് പരിവർത്തനം ഉണ്ടാകട്ടെ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.